ഇതുവരെ എന്തായാലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അങ്ങനെയുള്ള ഏതൊരു ഇ-കൊമേഴ്സിലും കേസ് കവർ അവൈലബിൾ ആയിട്ടില്ല. അവിടെ അവൈലബിൾ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോറിലും അങ്ങോട്ട് അവൈലബിൾ ആകുന്നതാണ്. പിന്നെ രണ്ടിലും ടൈപ്പ് സി പോർട്ട് തന്നെയാണ്. സോ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഇവിടെ ഉണ്ട്. ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്കൂറാണ് T200 ലൈറ്റിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് 120 മിനിറ്റ് മാത്രമാണ്. അതായത് 2 മണിക്കൂർ മാത്രമാണ് T110 നിന്ന് കിട്ടുന്നത്. എന്തായാലും അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പ്ലേ ടൈമിന്റെ കാര്യത്തിൽ ഓവറോൾ നമ്മുടെ T200 ലൈറ്റ് തന്നെയാണ് ബെറ്റർ. രണ്ടിലും ഇൻസ്റ്റന്റ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ജസ്റ്റ് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരെടുക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. കൂടാതെ നമ്മൾ ആദ്യമായിട്ടൊരു ഡിവൈസിൽ പെയർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വിൻഡോ പോപ്പപ്പ് ആയിരുന്നു. ജസ്റ്റ് ഒരു ടാപ്പിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയർബഡുകൾ അങ്ങോട്ട് കണക്ട് ആവുന്നതാണ്. നോർമലി മറ്റുള്ള സാധാരണ ഇയർബഡ് നോക്കുമ്പോഴത്തേക്ക് ബ്ലൂടൂത്ത് ഓൺ ആക്കി ബ്ലൂടൂത്തിന്റെ ഡിവൈസിൽ പോയിട്ട് അവിടെ ആഡ് പെയറൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും വേണ്ട. ജസ്റ്റ് ഐഫോണിലൊക്കെ നമ്മുടെ എയർപോർട്സ് പ്രോ കണക്ട് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ 12.4 mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് T200 ലൈറ്റ് കിട്ടുന്നത്. എന്നാൽ 10 mm ഡ്രൈവേഴ്സ് ആണ് നമ്മുടെ T110 ഡ്രൈവേഴ്സിന്റെ കാര്യം വെച്ച് നോക്കുമ്പോഴേക്കും ഉറപ്പായിട്ടും കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു T200 ലൈറ്റ് കിട്ടുന്നത്. എന്നാൽ വലിയ ഡിഫറൻസ് ആക്ച്വലി നമുക്ക് നോർമൽ ഒരു യൂസർ ആണെങ്കിൽ മനസ്സിലാകത്തില്ല. നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ ആ ഒരു 12.4ന്റെയും ആ ഒരു 10 mm ഡിഫറൻസ് മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ.